ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളുടെ എറണാകുളത്തെ അല്ലെങ്കിൽ കൊച്ചിയിലെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് ഞാൻ. പക്ഷേ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ ഒരു ഐറ്റത്തോടു കൂടി നമ്മുടെ കുക്കിംഗ് പാർട്ട് വൈൻഡപ്പ് ചെയ്യേണ്ടി വരും. കാര്യം തിരിച്ചു പോകാൻ സമയമാകുന്നു. അപ്പോൾ ബാക്കി ഷൂട്ടിങ്ങും എല്ലാം കഴിഞ്ഞു. ആ കൂട്ടത്തിൽ നമ്മുടെ LN വ്ളോഗ്സിൻ്റെ ഷൂട്ട് നടന്നു, ലക്ഷ്മി നായർ ട്രാവൽ വ്ളോഗ്സ് നടന്നു. എല്ലാം എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്തു 2 ദിവസം കൊണ്ട്. എന്തായാലും ഇന്ന് തിരിച്ചു പോകുന്ന ദിവസമാണ്. അപ്പോൾ ലാസ്റ്റ് ഐറ്റം ഞാൻ ഉണ്ടാക്കുകയാണ്. ഓക്കെ, വളരെ എളുപ്പമുള്ളൊരു ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണല്ലോ, എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് ചോക്ലേറ്റ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് അത് ഒരുപാട് പേർക്കറിയാം, ഒരുപാട് വീഡിയോസും ഉണ്ട്. അതുപോലെ ഈ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ചെയ്യുന്നത് വൈറ്റ് ചോക്ലേറ്റ് ഉണ്ട്, മിൽക്ക് ചോക്ലേറ്റ് ഉണ്ട്, ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ട്, എന്ത് വേണം എന്ന് നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു മിൽക്ക് ചോക്ലേറ്റ് പോലെ ഒരു കാര്യം തന്നെയാണ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഈ സാധനങ്ങളൊക്കെ വാങ്ങണത്. എല്ലാം കുറച്ചായിട്ട് ഐസിങ് ഷുഗർ, ഇതിൻ്റെ മെയിൻ പാക്കറ്റ് ഞാൻ മാറ്റി. അത് ബ്രാൻഡ് വേണ്ടല്ലോ, നല്ല ബ്രാൻഡിൽ ഐസിങ് ഷുഗർ എടുക്കാം. പിന്നെ കൊക്കോ പൗഡർ. ഇപ്പോൾ ലൈറ്റ് കൊക്കോ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ലൈറ്റ് മിൽക്ക് ചോക്ലേറ്റ് തന്നെ കറക്റ്റായിട്ട് കിട്ടും. ഡാർക്ക് കൊക്കോ പൗഡർ ആണെങ്കിൽ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ആയി പോകും. പിന്നെ എന്താ വേണ്ടത്? അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ എടുത്ത് വയ്ക്കുന്നു. പിന്നെ ഇത് 2 ഓപ്ഷനാണ്. അതായത് വെണ്ണ ഉരുക്കി വേണമെങ്കിലും ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓയിലാണ്. ഒരുപാട് പേര് കോക്കനട്ട് ഓയിൽ ചെയ്യും, പക്ഷേ കോക്കനട്ട് ഓയിലിൻ്റെ വേറൊരു ഫ്ലേവർ അല്ലേ. അപ്പോൾ നമുക്ക് വെണ്ണയിൽ തന്നെ ചെയ്യാം. പിന്നെ എന്താ വേണ്ടത്? പിന്നെ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ട്. കൊക്കോ പൗഡർ, ഐസിങ് ഷുഗർ, പാൽപ്പൊടി. അത് കുറച്ചായിട്ട് എനിക്ക് കിട്ടിയതാണ്. ഞാനിങ്ങനെ കുറച്ച് മിൽക്ക് പൗഡറായിട്ട് എനിക്ക് ശൈല കൊടുത്തയച്ചാണ്. ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ചേ ഉള്ളൂ ആവശ്യം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കൊടുത്തയച്ചു. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ ഒരു ഷൂട്ടിന് ഒരുപാട് താങ്ക്സ് ഞാൻ ശൈലയോട് തന്നെ പറയേണ്ടി വരും. ഈ ഒരു സീരീസ് ഓഫ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നടന്ന ഷൂട്ടിന്. പിന്നെന്താ പറയേണ്ടത്? കാര്യം ഇത് എല്ലാ കാര്യങ്ങളും പർച്ചേസ് ചെയ്യാനായിട്ടൊക്കെ എനിക്ക് ആളെ വിട്ട് തന്നിരുന്നു. അപ്പോൾ ചെറിയ ഞാൻ എന്തെങ്കിലുമൊക്കെ മറന്നു പോകുകയാണെങ്കിലും കൊടുത്തയക്കും. പിന്നെ ഓപ്പോസിറ്റ് വീട്ടിലെ ഞാനൊരു ദിവസം കാണിച്ചു തരാം കേട്ടോ, അപ്പുറത്തെ വീട്ടിലെ ആളിനെ. എൻ്റെ ഫ്രണ്ടാണ് ആ ലേഡി. പുള്ളിക്കാരി ആണെങ്കിലും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ചെറിയ കാര്യങ്ങളായിരിക്കും. അതായത് ചിലപ്പോൾ ഒരു അരിപ്പയായിരിക്കും, അല്ലെങ്കിൽ ഒരു ഗ്രേറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ വാങ്ങിയ സവാള എനിക്കത് പോരാൻ തോന്നുകയാണെങ്കിൽ അവിടെ ചെന്ന് 1-2 സവാള ചിലപ്പോൾ മേടിച്ചിട്ട്, ചിലപ്പോൾ ഉപ്പായിരിക്കും, എന്താണെന്ന് പറയാൻ പറ്റില്ല. എല്ലാം അപ്പുറത്തെ വീട്ടിൽ പോയി വാങ്ങാം. നല്ല സൗകര്യമായി. എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. അവർ അത്രയും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു നെയ്ബറാണ്. ഓക്കെ, അപ്പോൾ ഇനി തുടങ്ങിയാലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. 1 2 3 4 4 ചേരുവ. ഓക്കെ, ഇനി ഇത് ആദ്യം ഒരു ഐസിങ്. നമുക്കിതെല്ലാം കൂടി ഞാൻ ഒരു ബട്ടർ പേപ്പറൊക്കെ ആവശ്യത്തിന് മേടിച്ചുകൊണ്ട് വന്നിരുന്നു. ഇവിടെ കുറച്ച് ആവശ്യം വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇതിനകത്തൊന്ന് അരിക്കാം. മെഷർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നോക്കിക്കോളൂ. ഇത് 1/2 കപ്പ്. നമ്മുടെ ഒരു കൺവീനിയൻസ് നോക്കിയിട്ടാണ് മെഷർമെൻറ്റ്സ് എടുക്കേണ്ടത്, മധുരം അങ്ങനത്തെ കാര്യങ്ങൾ. ഇത് 1/2 കപ്പ് മിൽക്ക് പൗഡർ. പിന്നെ ഞാൻ ചേർക്കാൻ പോണത് 1/2 കപ്പ് കൊക്കോ പൗഡർ. 2 ഈക്വൽ ക്വാണ്ടിറ്റി എടുക്കാം. ഓൾമോസ്റ്റ് നല്ല മണം. ഇതൊരു നല്ല ബ്രാൻഡായിരുന്നു കേട്ടോ ഈ കൊക്കോ പൗഡർ. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ആദ്യം താഴേക്ക്, അതായത് ഒരു കട്ടയും ഇല്ലാണ്ട് അരിച്ചെടുക്കാം. ഒട്ടും ലംസ് ഇല്ലാതെ വരുന്നത് നോക്കിയേ. കണ്ടോ, ഈ കട്ടയെല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. അത് നമുക്കിങ്ങനെ ആക്കി കൊടുക്കാം സ്പൂൺ കൊണ്ട്. ഇനി ഒരു കാര്യം, ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര നല്ല ഫൈനായിട്ട് അരിച്ച് ചേർക്കണം. ഇത് 1 കപ്പോളം ഉണ്ട്. 1 കപ്പ് എന്ന് തന്നെ പറയാം. ഇതിന് പകരം ഐസിങ് ഷുഗർ വേണമെങ്കിൽ ചേർക്കാം. ഐസിങ് ഷുഗറും ഈ പൊടിച്ച പഞ്ചസാരയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഐസിങ് ഷുഗറിൽ കുറച്ച് കോൺഫ്ലവർ ഉണ്ട്, കോൺഫ്ലവറിൻ്റെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ ഇതിലും വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണോ 1/2 ടീസ്പൂണോ കോൺഫ്ലവറും കൂടി വേണമെങ്കിൽ ഈ പഞ്ചസാര പൊടിക്കുന്ന സമയത്ത് അതിനോട് ചേർത്തിട്ട് പൊടിക്കുകയാണെങ്കിൽ അതിലും കുറച്ചൊരു കോൺഫ്ലവറും കൂടി ചേർന്ന് വരുമ്പോൾ ഐസിങ് ഷുഗർ പോലെ ആകും. ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഐസിങ് ഷുഗറൊന്നും അല്ല, സാധാരണ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. ഓക്കെ, അതിനകത്ത് കോൺഫ്ലവർ ഇല്ല. വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലവർ ഇതിൽ ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ എല്ലാം കൂടി മിക്സായി. ഇനി നമുക്ക് അടുത്ത പരിപാടി. സാധാരണ ഒരുപാട് ആൾക്കാർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അതായത് പ്രത്യേകിച്ച് പറഞ്ഞാൽ കോക്കനട്ട് ഓയിൽ, നമ്മുടെ വെളിച്ചെണ്ണ. പക്ഷെ എനിക്ക് വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല. എന്നാലും ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ്. അപ്പോൾ നമ്മൾ വെണ്ണ ഉരുക്കിയിട്ട് പാത്രത്തിനകത്തേക്ക് മറ്റൊരു പാത്രം, അടിയിൽ വെള്ളമുണ്ട്, നോക്കിക്കോളൂ.
നമുക്ക് ഏകദേശം ഒരു 200 ഗ്രാം വെണ്ണ ചേർക്കാം. വെണ്ണ ഒന്ന് ഉരുകട്ടെ. അപ്പോൾ ടോട്ടൽ വെണ്ണയിലും ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ പകുതി വെണ്ണ പകുതി ഓയിൽ. ഒരു 100 ഗ്രാം വെണ്ണയും ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ എന്തെങ്കിലും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടും ചെയ്യാം. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ വെളിച്ചെണ്ണയാണെങ്കിലും വെണ്ണയാണെങ്കിലും തണുത്ത് കഴിയുമ്പോൾ ഹാർഡൻഡ് ആകുമല്ലോ, നല്ല എന്താ പറയുക കട്ടിയാകും. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ വെണ്ണ നന്നായിട്ട് ഉരുകട്ടെ. നല്ല ഒരു ഉരുകി സെറ്റായി വന്നു കഴിഞ്ഞിട്ട് നമുക്കിത് കുറേശ്ശെ ഇട്ടിട്ട് ഇളക്കി എടുക്കാം. കംപ്ലീറ്റ് നെയ്യും മെൽറ്റായി. ഓക്കെ, ഇനി നമുക്ക് ചേർത്ത് തുടങ്ങാം. ഓക്കെ, നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ മിശ്രിതമാണ് കെട്ടാണ്ട് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയൊക്കെ അലിഞ്ഞോളും. മിൽക്ക് പൗഡറുണ്ട്, കൊക്കോ പൗഡറുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം കാര്യമായിട്ട് മിക്സ് ആയിക്കോളും. അത്യാവശ്യം ലൂസായിട്ടുള്ളൊരു മിശ്രിതമായിട്ട് മറിക്കൊണ്ടിരിക്കും. അപ്പോൾ ലംസ് ഒന്നും വരാതെ മിക്സ് ചെയ്യണം കേട്ടോ. കട്ടയില്ലാണ്ട് സെറ്റായിക്കൊണ്ടിരിക്കണു. ഇനി കുറച്ചുകൂടിയുണ്ട്, അതും കൂടി ചേർക്കാം. ഞാൻ തീ ഓഫ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, താഴെ നല്ല ചൂടുണ്ട്, ആ ചൂട് മതിയാകും. ഇത് മെൽറ്റായി സെറ്റായി വരും. മതി, ഇനഫ്. ഇത് ഇനി ആ ചൂട് വെള്ളത്തിൻ്റെ മുകളിൽ നിന്ന് ഞാൻ മാറ്റാൻ പോകും. അപ്പോൾ നമ്മുടെ സ്പാറ്റുല ഇളക്കി കൊണ്ടുവന്നു. ഞാനിനി സ്പൂണിലേക്ക് മാറി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചോക്ലേറ്റ് മോൾഡ് ഏതാണോ അതിലേക്ക് ഒഴിച്ച് മാറ്റാം. ഇത് കണ്ടല്ലോ, എനിക്ക് ഇങ്ങനത്തെ ഒരു മോൾഡ് ഉണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നല്ല മണം, ചോക്ലേറ്റ് സ്മെൽ. ആഹാ. അപ്പോൾ നമ്മളുടെ ചോക്ലേറ്റിനെ ഞാൻ മോൾഡിലേക്ക് മാറ്റി കഴിഞ്ഞു. ഇനി നേരെ ഫ്രീസറിലേക്ക് വയ്ക്കാം, ഒന്ന് സെറ്റാകാനായിട്ട്. ഒരു അരമണിക്കൂർ, ചിലപ്പോൾ 1 മണിക്കൂറാകും, നോക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഏത് ടൈപ്പ് മോൾഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഏത് മോൾഡാണോ അതിൽ വെച്ച് വയ്ക്കാം. അപ്പോൾ ഇനിയും ഉണ്ട്, സത്യം പറഞ്ഞാൽ ഇതുകൊണ്ട് തീരുന്നില്ല. എൻ്റെ കയ്യിൽ വേറെ മോൾഡില്ല. ഓക്കെ, അപ്പോൾ ഇച്ചിരി അത് കൂളായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ചോക്ലേറ്റ് സെറ്റിങ്ങിന് വേണ്ടി മാത്രമാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അത് സെറ്റായി അതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് നിങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടുന്ന് യാത്ര തിരിക്കും ട്രിവാൻഡ്രത്തേക്ക്. ഇപ്പോൾ വൈകുന്നേരം സമയം ഇപ്പോൾ ഏകദേശം ഒരു 6:30 കഴിഞ്ഞു. ഇച്ചിരി കൂടെയൊക്കെ ഒരു അരമണിക്കൂറിനുള്ളിൽ പോകും. അപ്പോൾ ഞാൻ എന്താ സാധാരണ ചെയ്യുന്നത് വെച്ചാൽ ഫ്രിഡ്ജിനകത്തുള്ള എല്ലാ സാധനവും മാറ്റിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങൾ കൊണ്ടുപോകും. അല്ലാത്ത കാര്യങ്ങൾ കുറേ കാര്യങ്ങളുണ്ടാവും, അത് ഞാൻ നെയ്ബേഴ്സായിട്ട് ഷെയർ ചെയ്യും. എന്നിട്ട് ഫ്രിഡ്ജ് ഓഫ് ചെയ്ത് ഫ്രിഡ്ജൊക്കെ ഓപ്പൺ ചെയ്തിട്ട് അങ്ങനെ പോകുന്നത്. അല്ലാതെ തിരിച്ച് വരുന്നവരെ നമ്മൾ വെറുതെ ഫ്രിഡ്ജ് കറണ്ട് ഓൺ ചെയ്ത് വയ്ക്കുന്ന ഡേഞ്ചറാണ്. അത് തന്നെ മെയിൻ സ്വിച്ചൊക്കെ ഓഫ് ചെയ്തിട്ടാണ് പോവുക. അപ്പോൾ ഫ്രിഡ്ജിനെ ക്ലിയർ ചെയ്തിട്ട് തുറന്നു വയ്ക്കുക. അപ്പോൾ ഒരു സ്മെല്ലും ഉണ്ടാവില്ല, നീറ്റായി. അപ്പോൾ ഞാനിവിടെ എല്ലാം ഒതുക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഒരു അരമണിക്കൂർ സമയം മതി ഇത് സെറ്റാകാൻ. പക്ഷേ എനിക്കൊരു 1 hour സമയം എടുത്തു ഒന്ന് ക്ലിയറിങ്ങോ. എല്ലാ പാത്രവും കഴുകി തുടച്ച് എല്ലാം വെക്കേണ്ട സ്ഥലത്തൊക്കെ വെച്ചു. ഓൾ സെറ്റ് ടു ഗോ. അപ്പോൾ ഫ്രീസറിൽ നിന്ന് ഞാൻ താഴെ എടുത്ത് വെച്ചായിരുന്നു ചോക്ലേറ്റ്. യാ, ഓൾ സെറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഡിമോൾഡ് ചെയ്യാം. ഇത് സിലിക്കോണിൻ്റെ മോൾഡാണ്, അത് കാരണം നോക്കി നമുക്ക് ചോക്ലേറ്റിനെ ഈസി ആയിട്ട് ഡിമോൾഡ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല ഷൈനിങ് എല്ലാം ഉണ്ടല്ലോ, നല്ല ഷൈൻ, തിളക്കമുള്ള ചോക്ലേറ്റ്. സോ ഓൾ ദ ചോക്ലേറ്റ്സ് ഡിമോൾഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ അതേ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. 3 സ്ലാബ് ഓഫ് ചോക്ലേറ്റ് ആണ്. ഇതിപ്പോൾ പെട്ടെന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ഫ്രീസറിൽ വെച്ചു. ഇല്ലെങ്കിൽ താഴത്തെ തട്ടിൽ വെച്ച്, അല്ലെങ്കിൽ പുറത്തിരുന്നാലും അത് സെറ്റായിക്കോളും. കൂടുതൽ സമയം കൊടുക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, ഇത് വേണമെങ്കിൽ ഇനി റാപ്പ് ചെയ്തിട്ടാണ് നമുക്ക് വേണമെങ്കിൽ ഗിഫ്റ്റായിട്ടെല്ലാം കൊടുക്കാം. ഇനി ഇതിൽ നിന്നും മുറിച്ചെടുക്കാം. ഇച്ചിരി ടേസ്റ്റ് ചെയ്യണ്ടേ? യാ, ഹോം മെയ്ഡ് അല്ലേ? ഹോം മെയ്ഡ് ആകുമ്പോൾ അതിൻ്റേതായ സ്വാദുണ്ടാവും.
അലിഞ്ഞു കൂടും. നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ഒരു ടെക്സ്ചറിന് നിങ്ങൾക്കൊരു വ്യത്യാസമൊക്കെ തോന്നാം. പക്ഷെ ഒന്നും കുഴപ്പമില്ല, അത് ഇങ്ങനെ ആക്കി കഴിയുമ്പോൾ പെർഫെക്റ്റായിട്ട് വരും. പിന്നെ 200 grams ഓഫ് ബട്ടറാണ് ഞാൻ യൂസ് ചെയ്തത്. ഒരു 150 ആണെങ്കിലും കുഴപ്പമില്ല. എനിക്ക് കഴിച്ചിട്ട് വീണ്ടും കഴിക്കാൻ തോന്നി. സംതിങ് ഡിഫറെൻറ്റ്. ഓക്കെ, ഈ കളർ നല്ല ഡാർക്ക് ചോക്ലേറ്റിൻ്റെ കളറായിട്ട് വന്നിട്ടുണ്ട്. മിൽക്ക് ചോക്ലേറ്റിൻ്റെ അല്ല, കൊക്കോ പൗഡർ നല്ല സ്ട്രോങ് ആയിരുന്നു. ആൻഡ് അരക്കപ്പ് എന്നുള്ളത് 1/4 കപ്പ് ചേർത്താൽ ഇത്രയും സ്ട്രോങ് ആവാതെ കിട്ടും. ഓക്കെ, പിന്നെ വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ കോൺഫ്ലവറും കൂടി ഈ കൂട്ടത്തിൽ മിക്സ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഓയിലാകാം, അല്ലെങ്കിൽ ഞാൻ ചെയ്ത പോലെ വെണ്ണയാകാം, അല്ലെങ്കിൽ പകുതി ആകാം. ഓയിൽ ആൻഡ് വെണ്ണ മിശ്രിതം. വെണ്ണ 150 grams ആയാലും മതി. ഇച്ചിരി കൂടുതലാണ് ഞാൻ ചേർത്ത് 200 grams. വെണ്ണയാകുമ്പോൾ മറ്റൊരു ടേസ്റ്റ് അല്ലേ. ഓയിൽ, കോക്കനട്ട് ഓയിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ കുറച്ച് വാനില എസൻസ് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഞാൻ പോകാനുള്ള തിരക്കിലാണ്, കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ സമയമില്ല. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം ക്ഷമയോടുകൂടി കണ്ടിരുന്നതിന്. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. പിന്നെന്താ വേണ്ടത്, നിങ്ങൾ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് തരിക, നല്ലൊരു കമൻറ്റ്, പിന്നെന്താ ഒരു ലൈക്ക്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഇനിയും നല്ല വിഭവങ്ങൾ നിങ്ങൾക്കായിട്ട് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതായിരിക്കും. ഓരോ പ്രാവശ്യം ഇങ്ങനെ പുതിയ ഐറ്റംസ് കാണിക്കാം. അപ്പോൾ പിന്നെന്താ, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ആൻഡ് ഓൾ എന്നുള്ള ഓപ്ഷനും എടുക്കുക. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് വരും. ഇപ്പോഴത്തെ ഒരു കണക്കിന് നമ്മൾ LN വ്ളോഗ്സിൽ 7 days a week നമ്മൾ മിക്കവാറും തെറ്റിക്കാണ്ട് വീഡിയോസ് ഇടുന്നുണ്ട്. മൺഡേ മോട്ടിവേഷൻ ആൻഡ് വെനസ്ഡേ ബ്യൂട്ടി വ്ളോഗ്സ്, ബാക്കി ദിവസം എല്ലാം കൂടുതലും കുക്കിംഗ്. പേഴ്സണൽ വ്ളോഗ്സ് ഇട്ടിട്ട് കുറേ ദിവസമായി, അതും ഇടയ്ക്കൊക്കെ ഇടാം. ഓക്കെ, പിന്നെ ഇതുകൂടാണ്ട് നമുക്കൊരു സെപ്പറേറ്റ് ചാനൽ തന്നെ ഉണ്ട്, ലക്ഷ്മി നായേഴ്സ് ട്രാവൽ വ്ളോഗ്സ്. അത് ട്രാവൽ ആൻഡ് ഫുഡാണ്. അതും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അവിടെയും ഇതേപോലെ തന്നെ ബെല്ലൈക്കൺ, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ സപ്പോർട്ട് ആൻഡ് ലവ്. അപ്പോൾ ഇനി കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഇനി നമ്മൾ വീണ്ടും കൊച്ചിയിലെ വീട്ടിൽ കുറേ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ വന്ന് ഷൂട്ട് ചെയ്യാൻ പോണത്. കുക്കിംഗ് എല്ലാം അറിയില്ല ഇനി എപ്പോഴാണ് പറ്റുക എന്നുള്ളത്. എന്തായാലും നമ്മുടെ ടെറസ് കിച്ചണും താഴത്തെ കിച്ചണും ഒക്കെ ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്, ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.